യെസ്, മറയൂർ ശർക്കര ഫാക്ടറിയിൽ എത്തിക്കുകയാണ്. ജസ്റ്റ് പോകുന്ന വഴി കണ്ട കുടുംബശ്രീയുടെ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി. ഓക്കെ, മറയൂർ ശർക്കര 80 രൂപ. മറയൂർ ശർക്കര കരിമ്പ് വെച്ച് ശർക്കര ഉണ്ടാകുന്നത്. ഞാൻ അതിനെപ്പറ്റിയൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഫാക്ടറിയുടെ അകത്ത് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഫാക്ടറി ശർക്കര, ഇതിൽ വരുന്ന വേസ്റ്റ് അത്. ഓക്കെ, ശർക്കര ഇത് ഇട്ടിട്ടേക്കുന്നു. ശർക്കര നമ്മൾ വന്നപ്പോൾ 2 ശർക്കര ടെസ്റ്റ് ചെയ്യാൻ തന്നു. ഒന്ന് അതുവാ, ഒന്ന് പൊടി ശർക്കര, ഒന്ന് നോർമൽ ശർക്കരയും. കഴിച്ചു നോക്കിയേ. പൊടി ശർക്കര ഇത് നോർമൽ നോർമലല്ലേ? അത് കരിപ്പോട്ട് എരിവുണ്ട്. ഇത് നോർമലാന്ന് തോന്നുന്നു. മറ്റേ കരിപ്പോട്ട് സൈഡ് ഇതെന്തൊരു കരിപ്പോട്ട് മിക്സ് അല്ലല്ലോ. ആ ചുക്ക് 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 ശർക്കര നോർമൽ. ചുക്കിന് ടേസ്റ്റ് ഉണ്ടാവും. ഇത് മറ്റേ കരിമ്പിൻ്റെ വേസ്റ്റ്. ഇത് കരിമ്പ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ പോയി കാണും. ഓക്കെ, കരിമ്പ് എങ്ങനെ ഉണ്ടാക്കും, കരിമ്പ് ശർക്കര എങ്ങനെ ആവുമെന്ന്. ഇടയ്ക്ക് എംപോർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ മറയൂരിൻ്റെ ഞാൻ തോന്നുന്നു പുള്ളി ഇട്ട് ഫുൾ ഇത് പോയി ഇതെങ്ങനെ ചെയ്യുന്നതെന്നും ഇതെങ്ങനെ എടുത്തും എല്ലാ കാര്യങ്ങളും പുള്ളി ഒരു ഫുൾ ഇതായിട്ടിട്ടേപ്പോണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ തിളപ്പിക്കുന്നതായിട്ട് മാത്രം ഇതേ തിളപ്പിക്കുന്നു. ഇതിനകത്തിട്ട് കാച്ചു വന്നു, മറ്റേ പാവ് കാച്ചൊന്നുമില്ല. ഇതേ ഉരുട്ടുന്നുണ്ട്. ഇതിനകത്തുനിന്ന് ഔട്ട്പുട്ടാണത്. ഇതിനകത്തുനിന്ന് ഔട്ട്പുട്ടാണ്. ഓക്കെ, ഞാൻ ഡീറ്റെയിലായിട്ട് ചോദിക്കുന്നില്ല, സമയം കുറയാവും. ഇവർ തന്നെ ഇവിടെ കൃഷി ചെയ്യും. ആ കരിമ്പെടുത്ത് ഇവർ തന്നെ മെഷീനകത്തിട്ട് ജ്യൂസാക്കിയിട്ട് ഇത് വെച്ചിട്ട് കാച്ചി ശർക്കരയാക്കും. എജ്ജാതി മൈൻഡൊക്കെ. അപ്പോൾ വേറെ ചിലവൊന്നുമില്ല ഇവർക്ക്. വിറകും ഇത് തന്നെ എടുത്താൽ കത്തിക്കുന്നത്. ഇത് തന്നെ എടുത്ത് വിറകായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു ചിലവും ഇല്ല. പക്ക ലാഭട്ടോ. ഇത് ഇതൊക്കെ വളർത്തുന്നതിൻ്റെയൊക്കെ ചിലവ് കാണുമായിരിക്കും അല്ലേ? വർഷങ്ങളായിട്ട് ഇവർ ഇവിടെ ഉണ്ടെന്ന് തന്നെ പറയുന്നത്. ഓക്കെ, ഇത് ഇതിനകത്ത് അടിക്കും. ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ഇതിനകത്ത് വരും. അതുകൊണ്ട് ഫിൽറ്ററായിട്ട് മറ്റിനകത്ത് വിട്ട് കുറുക്കി ശർക്കര എടുക്കും. കൊള്ളാം. ഇതിൻ്റെ ഞാൻ പറഞ്ഞോട്ട് നിങ്ങൾക്ക് ഡീറ്റെയിലായിട്ട് ശർക്കര ഉണ്ടാക്കുന്നതാണെങ്കിൽ യൂട്യൂബിൽ കുറേ പേര് ഇട്ടിട്ടുണ്ട്. മറയൂർ ശർക്കരയുടെ തന്നെ ഇട്ടിട്ടുണ്ട് കുറേ. അപ്പം അതൊക്കെ എടുത്ത് റെഫർ ചെയ്താൽ മതി. ഓക്കെ, പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല, നമ്മുടെ നാട്ടിലെ ഐറ്റം അല്ല ഇത് കേട്ടോ. ഈ താഴെ പോയി നമ്മളിങ്ങനെ ലജ്ജിക്കും, ഉറപ്പാ. മണം കൊണ്ട് ടേസ്റ്റ് അടിപൊളി സാധനം കണ്ടോ. ഞാൻ വിചാരിച്ച ഈ സാധനം അല്ല, ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതല്ല. ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതല്ല. ഇത് മൈൻഡ് ബ്ലോയിങ് സാധനം. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും മറയൂർ ശർക്കര കേന്ദ്രത്തിൽ ചെന്നിട്ട് ഇവിടുത്തെ കരിമ്പ് ജ്യൂസ് ടെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇത് ടെസ്റ്റ് ചെയ്താൽ തന്നെ മതി. പക്ക വൈബ് സാധനം. ആകാനത് ഇങ്ങനെ വെച്ചിട്ട് കരിമ്പും നാരങ്ങ മാത്രമേ വെച്ചിട്ടുള്ളൂ. പക്ഷെ എജ്ജാതി ടേസ്റ്റ്. ഞാൻ കുടിക്കത്തില്ലായിരുന്നു. കരിമ്പ് ജ്യൂസ് എനിക്ക് ഇഷ്ടമല്ല. കരിമ്പ് ജ്യൂസ് ഇഷ്ടമല്ല. പക്ഷെ ഇത് മൈൻഡ് ബ്ലോയിങ് സാധനം. ഓഹ്, എല്ലാം ഇഷ്ടപ്പെട്ട്. ദാഹം ഉണ്ട്. പക്ഷെ ദാഹത്തിനോട് പക്ക റീഫ്രഷ്മെന്റ് ഒക്കെ ഡ്രസ്സൊക്കെ വരുന്നു. പിന്നെ ഇതാണ് മറയൂർ ശർക്കര ഫാക്ടറി അല്ലേ? ഇവിടെ കരിമ്പിൻ ജ്യൂസ് ഉണ്ട്. ചിക്കു ശർക്കരയോ? ചുക്ക് ശർക്കര, മറയൂർ ശർക്കര.
ഓക്കെ, പരമ്പരാഗത രീതിയിൽ ശർക്കര നിർമ്മാണ യൂണിറ്റ്. കുറെ നാളായിട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഒരു കുടുംബശ്രീ ഉൽപ്പന്നം. ഒരു കുടുംബശ്രീക്കാരാണ് അതിനെ തോന്നുന്നില്ല ഒരാണമാരെ. ഞങ്ങൾ കുറച്ച് ശർക്കര അല്ലാതെ ഇങ്ങനെ മേടിച്ചു. ഒരു 1.25 കിലോ ശർക്കര. ഓക്കെ, 100 രൂപ ഉള്ളു. പുറത്ത് എത്ര രൂപ ഉണ്ട്? പുറത്ത് ഇതേ വില തന്നെ. പക്ഷെ ഇവിടുന്ന് ഡയറക്റ്റ് കിട്ടുന്നോണ്ട് മേടിച്ചെന്നേ ഉള്ളു. പിന്നെ ഇവിടെ പൊടി ശർക്കര ഉണ്ട്. ഇതെല്ലാം പരമ്പരാഗതമായി ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറികൾ ഇവിടെ മൊത്തം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ശർക്കര ഫാക്ടറിയൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ബോർഡ് ഉണ്ട്. അപ്പോൾ ആ ബോർഡ് ലക്ഷ്യമാക്കി വെച്ച് പിടിച്ച് വന്നപ്പോൾ ദേ വള്ളച്ചാട്ടം. പക്ഷേ നമ്മൾ വന്നത് കുറച്ച് ലേറ്റ് ആയി പോയി. പക്ഷെ എന്തായാലും വന്നല്ലേ, കുളിച്ചിട്ടേ പോകത്തുള്ളൂ. എന്തായാലും കുളിച്ച് കയറാം. ഓക്കെ, അപ്പം ദേ ഇവിടെയൊക്കെ വെള്ളമുണ്ട്. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പം ലൊക്കേഷൻ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം എവിടെയാണ്. കുറച്ച് ഉള്ളിലാണ്, നല്ല രീതിയിൽ ഓഫ് റോഡ് ചെയ്തോണ്ട് അങ്ങോട്ട് വരാൻ. അങ്ങനെ വരാൻ വേണ്ടി കുറേ താമസിച്ചു. നമ്മളിവിടെ ഒരു ഏകദേശം ഒരു 6:15 ഞങ്ങൾ ഇവിടെ എത്തി. അല്ല, ഈ ഒരു സ്പോട്ട് മനസ്സിലാക്കി. പക്ഷെ ഇങ്ങോട്ട് വന്നെത്താൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു 6:45 ഞങ്ങളിവിടെ എത്തിയപ്പം. അപ്പം ഭയങ്കരമായ ടാസ്ക്. പക്ഷേ വേണ്ട, ഇതുവഴി വരാൻ പറ്റും. വേറൊരു വഴിയുണ്ട് ഇതിന്. ആ വഴി ഒന്ന് കണ്ടുപിടിക്കണം. ഇപ്പം എന്തായാലും ഇവിടെ കുളിക്കുന്ന പ്ലാൻ നോക്കുക. ബാക്കി പിന്നെ ടാസ്ക് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. എൻ്റെ അമ്മോ, വെജാതാണോ വെജാതി വെള്ളവും. ഇവിടെ ഇനി കുഴിയാണോ ദൈവത്തിന് അറിയാം കേട്ടോ. ഇവിടെ കുഴിയാണോ? ഗൈസ്, മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു ചെറിയ പേടി എല്ലാവർക്കും ഇവിടെ. ഇത് വന്ന് വീഴുന്നൊരു സ്പോട്ടുണ്ട്, ഞാൻ മുമ്പേ കാണിച്ചു. അവിടെ കുഴിയാണോ അല്ലയോ എന്നൊരു ഡൗട്ട്. അതാണ് ആരും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. മീൻസ് ഞങ്ങൾ വന്നവരും ഇവിടെ ആരും ഇല്ല. വേറെ എല്ലാവരും വന്നവരെല്ലാം കുടിച്ചിട്ട് വീട്ടിൽ പോയി. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അത് തിരക്കണം. എന്നിട്ട് അല്ലെങ്കിൽ ദേ ഇവിടെ എവിടെയെങ്കിലും ചെറിയ വാട്ടർഫാളുണ്ട്, അവിടെ എവിടെയെങ്കിലും നിന്ന് കുളിക്കാനാണ്. ഭയങ്കരമായ ഗ്രെയിൻസ് ഉണ്ട്. ഞാൻ ഇനി വീഡിയോ എടുത്ത് ഉറപ്പിക്കുന്നില്ല, ബിക്കോസ് ഗ്രെയിൻസ് സീനാണ്. ഓക്കെ, കുറച്ച് നേരത്തെ എന്നായിരുന്നെങ്കിൽ പക്ക വൈബായേനെ. അപ്പം എന്തായാലും ഇതുപോലെ കുളിച്ചിട്ട് എന്തായാലും സ്റ്റേക്ക് പോവാം ഗൈസ്. അപ്പോൾ ദേ നമ്മൾ തിരിച്ചു പോവാണ്. അടിപൊളി കുളിയായിരുന്നു ഇത്. ഓക്കെ, കുറച്ച് റിസ്ക് ആണ് ഇവിടെ. നമുക്ക് എൻ്റെ പൊന്നു ഗായ്സ്, സൂപ്പർ വഴി. ഇജാതി ഓഫ് റോഡിങ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഞാൻ വ്ളോഗ് എടുത്തില്ല. കാരണം ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഒരു അടിപൊളി ഒരു വാട്ടർഫാൾ ആയിരിക്കും ഇത്. ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ നല്ല കുടിക്കാൻ തല പോലും തോർത്തിയില്ല. ബിക്കോസ് ഇവിടുത്തെ ഒരു സീൻ എന്ന് പറഞ്ഞാലേ, ഇന്നലെ രാത്രിയിൽ മാന ഇറങ്ങിയായിരുന്നു ഇവിടെ. സോ നമ്മൾ ഭയങ്കര ജാഗ്രതയായിട്ട് വേണം ഇവിടുന്ന് പോകാൻ. ഓക്കെ, ആനയൊരു സീനാണ്. നമ്മളിപ്പോൾ കുളിച്ചില്ലേ, അവിടെ വന്നാണ് ആന ഇന്നലെ രാത്രി വെള്ളം കുടിച്ചത്. എന്നിട്ട് അവിടെയൊക്കെ കുറച്ച് സാധനങ്ങൾ നശിപ്പിച്ചിട്ടൊക്കെ പോയെന്നൊക്കെ പറഞ്ഞ്. അപ്പം എപ്പോൾ വേണമെങ്കിലും ഞാൻ ഇറങ്ങാം ഇവിടെ. സോ ഹൈലി റിസ്ക്കിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനിയും അവിടെ എത്തിയിട്ട് ബാക്കി എടുക്കാം. ചാർജും ഇല്ല ഇതിനകത്ത്. ഓക്കെ ബൈ. അപ്പോൾ രാത്രി പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ, എക്സ്ട്രാ ലൊക്കേഷൻ ഞാൻ എന്തായാലും ഇതിൻ്റെ മാപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിലോ കൊടുത്തേക്കാം. എനിക്ക് ക്യാമറയിൽ നോക്കാൻ പറ്റാത്തതിനുള്ള ഫുൾ ഇരുട്ടാണ്. ഓക്കെ, ഞാൻ എൻ്റെ മുഖത്തോട്ട് തന്നെ വെട്ടം അടിക്കുമ്പം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. കൊള്ളാം എന്തായാലും അടിപൊളി. ഇത് കുറച്ച് നേരത്തെ വരണ്ടായിരുന്നു. എൻ്റെ ഈ കാല് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് തെന്നാളെ ഞാൻ ചൂടല. അതാണ് എനിക്കൊരു പേടി. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയും ഇവിടെ നിന്ന് റിസ്ക് എടുത്ത് വ്ളോഗ് ചെയ്യുന്നില്ല. കാരണം നാളെ വ്ളോഗ് ഉണ്ടാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തൊരു സ്ഥലത്ത് എത്തുവാണെങ്കിൽ ഇവിടുന്ന് കയറിയാൽ ഞാൻ അടുത്തൊരു സ്ഥലത്ത് നിന്നിട്ട് അടുത്ത വ്ളോഗ് ഇടാം. ഓക്കെ, അടുത്ത വ്ളോഗിനകത്ത് അല്ല, അടുത്ത സ്ഥലത്ത് എന്തായാലും ഇപ്പോൾ എത്തും. ഇനി സ്റ്റേ ആയിരിക്കും മിക്കവാറും പോകുന്നത്. കുളിച്ചൊക്കെ കഴിഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 സാധനത്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് നടന്നു പോകാനുള്ള വഴിയും, പിന്നെ ഒന്ന് മുഖത്തോട്ട് വെട്ടടിച്ച് കാര്യം പറയാനും. ഓക്കെ.
എൻ്റെ പാട് കയറണ്ടായിരുന്നു ഇനി കയറും ചെയ്തു. എന്തായാലും അടുത്ത ലൊക്കേഷൻ എത്തിയിട്ട് കാണാം. ഓക്കെ ബൈ. സി യു. എജാതി ടാസ്കോടെ കൂടെ പോകുന്നു. രാവിലെ കൂടെ ഇത്ര സീനുണ്ടായിരുന്നു കേട്ടോ. ഞാനൊന്ന് കാണിക്കാൻ വിട്ടുപോയി. ഞങ്ങൾ നോർമലായിട്ട് ഒന്ന് ഇറങ്ങി എത്രയെങ്കിലും ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് എന്തോ സർപ്രൈസായിട്ട് എന്തുവാ വാട്ടർഫാൾ കാണിക്കാന്ന് വിചാരിച്ചാൽ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ നമ്മളവിടെ വന്നൊക്കെ ഒന്ന് ഇരിക്കുകയൊക്കെ ചെയ്തായിരുന്നു അവിടെ ആ പാറയ്ക്കകത്തൊക്കെ വന്നു. പക്ഷേ തിരിച്ച് എജാതി ടാസ്ക്. ഇതൊരു റിസോർട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ഞങ്ങളൊന്നും അത് ഇരുന്നതാണ്. ഞങ്ങൾ വിചാരിച്ചെന്തോ അവിടെ നിന്ന് സർപ്രൈസായിട്ട് ഒരു വാട്ടർഫാളെന്നൊക്കെ പറഞ്ഞ് വ്ളോഗ് ചെയ്യാന്ന്. സർപ്രൈസ് വേണ്ട ഇങ്ങനെ നടക്കുക. ഇതൊക്കെ അതിൻ്റെ പാർട്ടാ. ഇവിടെ വന്നിട്ട് പിന്നെങ്കിലും വെട്ടമെങ്കിലും ഉണ്ട്. അടുത്തുണ്ട സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. എനിക്കൊന്ന് ആ റിസോർട്ടിൻ്റെ വഴിയായിരിക്കും ഇത്. കാലൊക്കെ സൗണ്ടൊക്കെ ഉണ്ടല്ലോ. ആണോ? അല്ല റിസോർട്ട് ഉണ്ടല്ലോ ഇവിടെ. അപ്പം അങ്ങോട്ട് വിട്ടേക്കത് ആ റിസോർട്ടിൻ്റെ വഴി അതല്ലേ? അവിടെ കൂടെ വഴിയുണ്ടോ? ഫ്രണ്ട് ബാക്ക് കൂടെ. എന്തായാലും ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയി പോയിട്ടോ. ഇതുവരെ ഉള്ള എക്സ്പീരിയൻസിൽ ഏറ്റവും അടിപൊളി എക്സ്പീരിയൻസ് ഇത് തന്നെ. വരുമ്പോൾ എന്തായാലും കുറച്ച് നേരത്തെ വരിക. ആന ഇറങ്ങുന്ന വഴിയാ. നിങ്ങൾ പേടിക്കും. ഓക്കെ പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ കുറച്ച് നേരത്തെ തിരിച്ചിറങ്ങാൻ നോക്കുക അല്ലേ? ഒരു വെട്ടമൊക്കെ താഴ്ന്നതിന് മുന്നേ അങ്ങ് ഇറങ്ങുക. ശ്വാസം മുട്ടുള്ള പത്തിനെപ്പോലുള്ളൊരു കയറാതിരിക്കുക. കുഴപ്പമില്ല. കുറച്ച് റിസ്ക് എടുത്തായാലും അടിപൊളി കുളി കിട്ടും അല്ലേ? കോൾഡ് ബാത്തിന് പക്ക കോൾഡ് ബാത്ത് നല്ലതാണ്. പ്രേതമൊന്നും വരായിരുന്നേ. എൻ്റെ അമ്മ നമ്മളിങ്ങനെ താഴത്തെ കണ്ടോ നൈറ്റ് വ്യൂ പക്ക വൈബ്. ഇടുക്കി ജില്ല ഉണ്ട്. ഇടുക്കി ജില്ല നൈറ്റ് വ്യൂ പക്ക. എജാതി കോമഡി. നമ്മളീ ഇപ്പോൾ ഈ നടന്നു വന്ന വഴിയില്ലേ, ഇത് നൈറ്റ് ആകുമ്പോൾ ചെറുതായിട്ട് ആനയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത്. നമ്മളവിടെ ആദ്യം അവർ പറഞ്ഞത് അവിടെ മാത്രമേ വരത്തുള്ളൂ. കയറി വന്നപ്പോൾ പറഞ്ഞ് ഇതൊക്കെ ആനയും കാട്ടുപോത്തൊക്കെ രാത്രിയൊക്കെ നടന്നു പോകുന്ന സ്ഥലങ്ങളാണ്, അവരൊക്കെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലങ്ങളാണ്. ഏതാ വേണ്ടി അപ്പോൾ കൂടെ നമ്മളൊറ്റയ്ക്ക് വന്നു പക്ക. എന്നിട്ട് അവർ ഞങ്ങൾ വഴക്ക് പറയാം, നിങ്ങളെന്തിനാ ഇത്രയും താമസിച്ചേ? അവരെങ്ങാണ് ഇറങ്ങി മീൻസ് ആനയോ ഒത്തിരി നിങ്ങൾക്ക് ഓടാൻ പോലും പറ്റുമെന്ന്. കാരണം ഒരു കുത്തി എപ്പോഴേ കൊല്ലും. എജ്ജായി രാത്രി ഇങ്ങനെ ഇറങ്ങിയെന്ന് ഞങ്ങളെ ചെറുതായിട്ട് ഒരു വഴക്ക് പറഞ്ഞു. ഒരു ചെറിയ വീടല്ല അത്, കട എന്തോ ഉണ്ട്. എന്തായാലും കൊള്ളായിരുന്നു. നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു പക്ക. വരുന്നവരൊക്കെ നേരത്തെ കാലത്തൊക്കെ വന്ന് കയറാൻ നോക്കുക, അല്ലെങ്കിൽ ഇതുപോലെ പടി കിട്ടും. ഓക്കെ കുറച്ചുകൂടെ നിന്നാൽ ചിലപ്പോൾ ആണെങ്കിൽ ആനയെ കാട്ടുപോത്തിനെ കാണാം. പക്ഷെ ചിലപ്പം ജീവനോടെ ചിലപ്പോൾ കാണത്തില്ലെന്നേ ഉള്ളൂ. അത് മൈൻഡ്. പക്ഷെ നല്ല കാറ്റ് വിടുക. ഓക്കെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ കാണാം. ബൈ.